ഇതാണ് എൻ്റെ പൊന്നുമക്കൾ. ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ രണ്ടുപേരും ഞങ്ങളെ വിട്ടുപോയി. ഇതായിരുന്നു ആഗ്രഹം, ആവാൻ മെഡിക്കൽ എൻട്രൻസ് പഠിച്ചിട്ട് പീഡിയാട്രീഷ്യൻ IPS എടുത്ത് നേടുമെന്ന് പറഞ്ഞ് പോയതാണ്. അത് ഇതെല്ലാം അവർ പഠിച്ച പുസ്തകങ്ങളാണ്. ഇപ്പോഴും PC വിഷ്ണുനാഥ് MLA സാറ് ദൈവത്തിനെ പോലെ അദ്ദേഹം നമ്മളടുത്ത് വന്ന് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ടാക്കി, അപ്പോൾ അവിടുന്ന് തന്നെ പറഞ്ഞ് പെട്ടെന്ന് കിംസ് ഹോസ്പിറ്റലിലോട്ട് തന്നെ മാറ്റണം, കുഞ്ഞിനെ കരള് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യണം. മകനെ തിരിച്ചു തന്നതിൽ തീരാത്ത കടപ്പുണ്ട്. ഒരിക്കലും ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ മറക്കത്തില്ല. അന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് MLA സാർ അറിഞ്ഞെങ്കിൽ ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും നഷ്ടപ്പെടത്തില്ലായിരുന്നു. അടുത്ത ജന്മം വന്നാലും നമ്മളെ മക്കളായിട്ട് തന്നെ വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. നമസ്കാരം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുഃഖമാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീജ ചേച്ചിയും അതുപോലെ തന്നെ മുരളി ചേട്ടനും. സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ്. ഈ അച്ഛനും അമ്മയ്ക്കും 3 മക്കളായിരുന്നു, 2 പെൺകുട്ടിയും 1 മോനും. 8 മാസങ്ങൾക്ക് മുമ്പ് ഇവരെ കുടുംബത്തെ ആകെ ഉലച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം എന്ന രോഗം ഇവർക്കെല്ലാം പിടിവിട്ടു. ആദ്യം ഈ മകനാണ് വരുന്നത്, പിന്നീട് ഈ 2 മക്കൾക്കും. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ 2 പെൺമക്കളും ഇവരെ വിട്ടുപോയി. പിന്നീടുള്ളത് മകനാണ്. മകൻ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുണ്ടറ MLA PC വിഷ്ണുനാഥ് ഈ സംഭവം അറിയുകയും ഇവരുടെ അടുത്തേക്ക് എത്തുകയും ആ കുഞ്ഞിന്റെ ജീവൻ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മകനെ നഷ്ടപ്പെട്ടു. ആ മകനെ എനിക്ക് തിരിച്ച് തന്നത് 100 കോടി പുണ്യം.